പ്രൊഫഷണൽ എത്തിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. പ്രൊഫഷണൽ എത്തിക്സിൻ്റെ മൊഡ്യൂൾ 1 HUT 200 ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഹ്യൂമൻ വാല്യൂസ് എന്നാണ്. ഇതാരെങ്കിലും ക്രെഡിറ്റ് ഇല്ല എന്ന് വെക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. 2 ക്രെഡിറ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കുക. സോ ഫസ്റ്റ് വാല്യൂസ്. Enduring belief that influence our choices in life to promote well-being. The principle that reflects one's judgment or what is important in life. നമ്മൾ ജീവിതത്തിൽ നമ്മൾ മൂല്യങ്ങൾ എന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത്. എത്തിക്കൽ വാല്യൂസ് അത് ആർ മോർ കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് മോറലി റൈറ്റ്. മോറലി എന്താണ് റൈറ്റ് എന്നുള്ളത്, ഏതാണ് ശരി എന്നുള്ളതാണ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. എല്ലാ വാല്യൂസും എത്തിക്കൽ വാല്യൂസ് ആയിരിക്കത്തില്ല. വാല്യൂസ് എന്ന് പറയുമ്പം അതിനകത്ത് എഫിഷ്യൻസി വരുന്നുണ്ട്, കോമ്പിറ്റൻസ്, സെൽഫ് റിലയൻസ്, കോൺഫിഡൻസ്, ഇന്നോവേഷൻ ആർ നോട്ട് എത്തിക്കൽ ഇൻ നേച്ചർ. എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, സർവീസ്, ഷെയറിംഗ്, കെയറിംഗ്, എമ്പതി. Ethics is a set of codes or moral principles with which beliefs and behavior are evaluated as right or wrong. എത്തിക്സ് എന്ന് പറയുമ്പോൾ അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എത്തിക്സ് എന്ന് പറയുമ്പോൾ. Provides well-defined standards that tell people how to act and respond in situations in which they find themselves in based on the reason and logic. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഏതാണ് നമ്മൾ മോറൽ വാല്യൂസ് അനുസരിച്ച് നമുക്ക് മോറൽ വാല്യൂസും നമ്മുടെ ലോജിക്കും നമ്മുടെ അതിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അവിടെ നമ്മൾ ഒരു എത്തിക്സ് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. So ethics is not intuitive feeling or conscience. വർക്ക് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയിൽ കാണിക്കേണ്ട എത്തിക്സ്. നമ്മൾ ജോലിയിൽ ഇപ്പം മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, മിലിറ്ററി എത്തിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, പല പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. സെറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഓർ കോഡ്സ് ഓഫ് കണ്ടക്ട് ബേസ്ഡ് ഓൺ ദ സെറ്റ് ഓഫ് വാല്യൂസ് ഇൻ ദ വർക്ക് പ്ലേസ്. അവരുടെ ആ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അവർ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കും, ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും അല്ലെങ്കിൽ കോളേജിലായിരിക്കും യൂണിഫോം ഇട്ടുകൊണ്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സെറ്റ് ഓഫ് ഒരു കോഡാണ്. അപ്പം അതനുസരിച്ച് പോകുക എന്നുള്ളതാണ് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന അവർക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതൊക്കെ വർക്ക് എത്തിക്സിൽ പെടുന്ന കാര്യങ്ങളാണ്. Promotes the well-being of employees, organizational effectiveness and advancement of society. Elements of well-formed code of work ethics എന്ന് പറയുമ്പോൾ ഒരു well-formed code of work ethics എന്ന് പറഞ്ഞാൽ integrity and loyalty. അപ്പോൾ integrity loyalty എന്ന് പറയുമ്പോൾ സമഗ്രത, സത്യസന്ധത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു സത്യനിഷ്ഠ, ഇതൊക്കെയാണ് integrity and loyalty എന്ന് പറയുന്നത്. പ്രൊഫഷണലിസം, റെസ്പെക്റ്റ് ആൻഡ് കെയർ, മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അവരോടൊരു ബഹുമാനം കാണിക്കണം, അവരോടൊരു കെയർ കാണിക്കണം, ഒരു ഒത്തൊരുമ, ഒരു കൂട്ടായ്മ ഉണ്ടാവണം, ഒരു കോപ്പറേഷൻ ഉണ്ടാവണം, ഫെയർനെസ്, കാണിക്കുന്ന കാര്യങ്ങളിൽ ഒരു ശരി ഉണ്ടാവണം, ട്രസ്റ്റ് വർത്തിനെസ്, അവർക്ക് നമ്മളെ വിശ്വാസമാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നിടത്ത്. വൈ വർക്ക് എത്തിക്സ്? എന്തിനാണ് ടു ആക്ട് ആസ് എ സൈക്കോളജിക്കൽ റെസ്ട്രെയിൻറ്റ് ഫ്രം ഇൻഡൾജിങ് ഇൻ ആൻ അൺഡിസൈറബിൾ ഓർ ഇല്ലീഗൽ കണ്ടക്ട്. ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ, ഒരു ക്രൈമിനൊരു ചാല് തെളിയിച്ച് കൊടുക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് വർക്ക് എത്തിക്സ്. ടു കീപ് എംപ്ലോയി മോറലി ഹൈ ആൻഡ് എൻഷ്യൂർ ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്. നല്ലൊരു കൂട്ടായ്മ ബന്ധം, നല്ലൊരു സ്ട്രോങ് ഗുഡ് റിലേഷൻ. ഓരോ ആളുകൾ, അവിടുത്തെ നേഴ്സ്, ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ നേഴ്സ്, ഡോക്ടേഴ്സ്, പേഷ്യൻസുമായിട്ട് ഒരു നല്ല റിലേഷൻസ് ഉണ്ടാകാനും, ഒരു നല്ല മോറൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചേ ഉള്ളൂ. പേഷ്യൻസിനോട് ഒരുപാട് ചാടിക്കടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് അവർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ തന്നെ സ്വഭാവത്തിലും ഒരു മാറ്റം സംഭവിക്കും. അവിടെ പേഷ്യൻസിനും വളരെ ഉപകാരമാകും. അതൊക്കെയാണ് വർക്ക് എത്തിക്സിൽ പെടുന്നത്. ടു എൻഷ്യൂർ ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫുൾഫിൽ ദ ഒബ്ലിഗേഷൻ ഓഫ് ക്വാളിറ്റി ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് റെസ്പോൺസിബിലിറ്റി, ടു അവോയ്ഡ് ദ മിസ്യൂസ് ഓഫ് റിസോഴ്സസ്, ടു എൻഷ്യൂർ സസ്റ്റൈനബിലിറ്റി. കോസസ് ആൻഡ് കോമൺ ഫോംസ് ഓഫ് അൺഎത്തിക്കൽ ബിഹേവിയർ. അതിൽ അൺഎത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലും വരുന്നത് മിസ്യൂസിങ് ദ കമ്പനി ആൻഡ് റിസോഴ്സസ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിലത്തെ പൈസ നമ്മളെടുത്ത് മറിക്കുക,
അങ്ങനത്തെ പരിപാടികൾ ചെയ്യുക. എംപ്ലോയി തെഫ്റ്റ്, ഇപ്പം ഒരു എംപ്ലോയി ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ ശരിക്കും അങ്ങനെ ഒരു എംപ്ലോയി ഇല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്നതാണെങ്കിൽ അതിൽ കാണിക്കുന്ന തെറ്റുകൾ, തർക്കുത്തരം പറയുക, അബ്യൂസീവ് ബിഹേവിയേഴ്സ്, ടേക്കിംഗ് ക്രെഡിറ്റ്സ് ഫോർ അതർ വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ലാക്ക് ഓഫ് അവെയർനെസ്, undue emphasis on organizational or individual performance, peer pressure, absence of a written code of conduct, disregard for co-workers, customers. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, പബ്ലിഷ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പോളിസീസ്. എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ വർക്ക് എത്തിക്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഒരു റിട്ടൺ കോഡ് ഓഫ് കണ്ടക്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓൺ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ, പ്രോപ്പർ ട്രെയിനിങ് ടു ഫ്രഷ് റിക്രൂട്ട്സ് ആസ് പാർട്ട് ഓഫ് ദി ഇൻഡക്ഷൻ പ്രോഗ്രാം, സീനിയർ ഒഫീഷ്യൽസ് ഷുഡ് സെറ്റ് ദ എക്സാമ്പിൾ, അപ്രീഷിയേറ്റ് ദ ഗുഡ് ബിഹേവിയർ, ഇൻവോൾവ് പീപ്പിൾ അറ്റ് ഓൾ ലെവൽസ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ സമഗ്രത അല്ലെങ്കിൽ ഒരു സത്യസന്ധത എന്ന് പറയാം. ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ് എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഗാർഡ് യുവർ ഇൻറ്റഗ്രിറ്റി ആസ് എ സേക്രഡ് തിങ് എന്നാണ് എമേഴ്സൺ എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടർ ട്രേറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് എ പേഴ്സൺ ഡിഗ്രി ഓഫ് ഹോണസ്റ്റി. ഓരോരുത്തരുടെ സ്വഭാവം, ഒരാളുടെ ക്യാരക്ടർ ആണ് തീരുമാനിക്കുന്നത്. അവരുടെ ക്യാരക്ടറിൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഹോണസ്റ്റി, അവരുടെ മോറൽ പ്രിൻസിപ്പിൾസിൽ നിന്നും അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ക്വാളിറ്റി എക്സ്പെക്റ്റഡ് ഫ്രം എനി റെസ്പോൺസിബിൾ പ്രൊഫഷണൽ ആൻഡ് എനി റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ഉണ്ട്, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഇൻ ഡെയിലി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയാണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. എനി അക്കാഡമിക് എൻഡീവർ മസ്റ്റ് ബി ഡിവോയ്ഡ് ഓഫ് പ്ലഗിയാറിസം ആൻഡ് ഫോൾസ് ഇൻഫർമേഷൻസ്. പ്ലഗിയാറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്ത് വേറൊരാളും കൂടി അതിട്ട് കഴിഞ്ഞാൽ അവർക്ക് കോപ്പിറൈറ്റ് കിട്ടും. അവർ ചെയ്യുന്നത് ശരിക്കും ശരിയല്ലാത്തൊരു കാര്യമാണ്. അപ്പം അവിടെ അതിനൊക്കെയാണ് പ്ലഗിയാറിസം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ സാധനം എടുക്കുക, അവിടുത്തെ ഒരു ഐഡിയ, ഒരു തോട്ട്സ് എടുത്ത് മറ്റൊരാൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ്. ഫോൾസ് ഇൻഫർമേഷൻ പരത്തുക, ഇതൊക്കെ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയിൽ പെടുന്ന. അതൊന്നും അവോയ്ഡ് ചെയ്തൊക്കെ വേണം നമ്മൾ പോകുവാൻ. വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ സ്റ്റുഡൻറ്റ് ലൈഫ്? tutoring other students and adults, conducting art or music, dance lessons for youth, giving presentations on violence and drug prevention, helping in a homeless shelter, creating life reviews for hospital patients. Service learning. What is service learning? The structural learning approach that incorporates community service along with formal instruction, reflection, and explicit learning objectives. It helps the individuals to interact ethically with colleagues, to effectively coordinate with other departments, to interact cordially with the suppliers as well as customers, and to maintain all these friendly interactions. It is a non-profit activity included as a part of teaching learning process. Involves identifying the concerns of the community, addressing them using ടെക്നിക്കൽ നോളേജ്. സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പൈസയൊന്നും വാങ്ങിക്കത്തില്ലാതെ നമ്മൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ്. അവിടെ നമുക്ക് പഠിപ്പിക്കുക, നമ്മളും പഠിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ റിലവൻസ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ്, സർവീസ് ലേണിംഗ് എനാബിൾസ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടു അണ്ടർസ്റ്റാൻഡ് ദ റിലവൻസ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് സർവീസ് ഇസ് പ്രൊവൈഡഡ്, reflected on the experience and the service offers, and it impacts in the connection with the academics, develop civic skills and social awareness, address the concerns of the society. The service learning is a methodology falling under the category of experimental education. The engineering students analyzing and executing a socially relevant project is another example of service learning. It is distinguished in the following ways: connection to the curriculum, learner's voice, reflection, partners in the community, etc. Next is civic virtues. Civic virtues എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിഫേർഡ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂസ്, ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് ഓർ ട്രേറ്റ്സ്, മോട്ടീവ്സ് ഓർ ഇമോഷൻസ് ദാറ്റ് എനാബിൾ സക്സസ് ആൻഡ് ഡെവലപ്പ് ദ ഹൈയസ്റ്റ് പൊട്ടൻഷ്യൽ. വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുണ്യപ്രവൃത്തി എന്നൊക്കെ പറയത്തില്ലേ, ആണ്. സിവിക് വെർച്യൂസ് എന്ന് പറയുമ്പോൾ മോറൽ ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ ചിന്തിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് അതാണ്
സിവിക് വെർച്യൂസ് എന്ന് പറയുന്ന മോറൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് എൻജോയ്ഡ് ഓർ പ്രാക്ടീസ്ഡ് ബൈ ദ സിറ്റിസൺ ഓഫ് കൺട്രി ഓർ മെമ്പർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ മെമ്പർ മോറൽ ഡ്യൂട്ടീസും റൈറ്റ്സും പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ്. ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലോക്കൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഒരാണെങ്കിൽ ടാക്സ് അടയ്ക്കുക, ടു കീപ് ദ സറൗണ്ടിങ് ക്ലീൻ ആൻഡ് ഗ്രീൻ, ഫോളോയിങ് ദ റോഡ് സേഫ്റ്റി റൂൾസ്, നോട്ട് ടു പൊല്യൂട്ട് വാട്ടർ, എയർ ഓർ ലാൻഡ്, not to burn plastic or tire, not to spit smoke in open, not to cause nuisance to the public. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുക, എനിക്ക് വോട്ടുമായിട്ടൊരു എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതൊന്നും സിവിക് വെർച്യൂവിൽ പെടുന്നൊരു കാര്യമല്ല. നമ്മൾ വോട്ടിങ്ങിന് നമുക്ക് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഒരു അഡൽട്ട്സിന് വോട്ട് ചെയ്യുക എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. അപ്പോൾ നമ്മളത് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി and it's a right to participate in voting, to contest in elections. നമ്മൾക്ക് elections നിൽക്കാം, to seek a public welfare facilities such as school, hospital, community hall or public transport, to file a public interest petition, to establish a safe and green environment. നമുക്കൊരു പബ്ലിക് വെൽഫെയർ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം, പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻസ് ഫയൽ ചെയ്യാം, എസ്റ്റാബ്ലിഷ് ഒരു ഗ്രീൻ എൻവയോൺമെൻറ്റ് നമുക്ക് കൊണ്ടുവരാം. Civic knowledge എന്ന് പറയുമ്പോൾ citizen must understand what he is supposed to do and what not to do as per constitution. സെൽഫ് റെസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ എക്സാമിന് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. സെൽഫ് റെസ്ട്രെയിൻറ്റ്, സിറ്റിസൺ ഹാസ് ടു ലീഡ് എ കൺട്രോൾഡ് ലൈഫ്, എൽസ് വി വുഡ് നീഡ് എ police state. Self-assertion, the citizen should be proud of our rights and stand for it. Self-reliance, self-reliant people are free citizens in the sense that they are not dependent on others for their basic needs. Hence, they don't have to depend on the government also. Living peacefully, to live peacefully one should start install peace within. നമ്മൾ സമാധാനപരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ തന്നെ നമ്മളൊരു സെൽഫ് പീസ് ഉണ്ടാക്കണം. Charity begins at homes, then one can spread peace to the family, organization where one works, and then to the world, including the environment. ആദ്യം തന്നെ ഒരു പീസ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ചാരിറ്റി ആണെങ്കിൽ അത് വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സമാധാനം ഫാമിലിയിൽ നിന്നാണ്, ദെൻ ടു ഓർഗനൈസേഷൻ, then workplace, or then to the world or the universe. Only who are at peace can spread peace. നമ്മളുടെ ഉള്ളിൽ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പീസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. One should adapt the following means to live peacefully in the world: order in one's life, pure thoughts in one's soul, creativity in one's hand, beauty in one's heart. നമുക്ക് പീസ്ഫുൾ മൈൻഡ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതൊക്കെയാണ് നർച്ചറിൽ പെടുന്നത്. ഗെറ്റ് ഗുഡ് ഹെൽത്തി ബോഡി, to act as a help the needy with head, heart and hands. Charity നമ്മൾ ചെയ്യുക. Service to the poor, not hurting and torturing others either physically, verbally or mentally. നമ്മൾ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റുള്ളവരെ നമ്മൾ ഹർട്ട് ചെയ്യാനോ ടോർച്ചർ ചെയ്യാനോ പാടില്ല. അത് നമുക്ക് തന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. The following are the factors that promote living with internal and external peace: conducive environment, secure job and motivated with recognition and reward, absence of threat or tensions by pressure due to the limitations of money or time, absence of unnecessary interference or disturbance except as guidelines, healthy labor relations and family situations, service to the needy with love and sympathy. Caring, sharing, we know what it is. കെയറിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മറ്റുള്ളവരോട്. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് എക്സിബിറ്റ്സ് ദ ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് വിത്ത് ഫെയർനെസ്, impartiality and justice in all the activities among the employees in the context of professional ethics. It includes showing respect to the feeling of others and also respecting and preserving. Caring is reflected in the activities such as ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് കെയറിങ് കാണിക്കാം. നമ്മുടെ മെമ്പർഷിപ്സ് ഇൻ ദ സോഷ്യൽ ക്ലബ്സിൽ, നമ്മുടെ നമ്മുടെ വർക്ക് പ്ലേസിൽ, അങ്ങനെ നമ്മുടെ ഫാമിലീസ്, നമ്മുടെ കൺട്രീസ്, ഇൻ്റർനാഷണൽ കൗൺസിൽ, എല്ലായിടത്തും നമുക്ക് കെയറിങ് കാണിക്കാൻ പറ്റും. ഇന്നത്തെ ഒരു പ്രസൻറ്റ് ഡേ കണ്ടസ്റ്റ് അനുസരിച്ചാണെങ്കിൽ കെയറിങ് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെൻറ്റിനോട് കാണിക്കണം.
മനുഷ്യരോട് മാത്രമല്ല ആനിമൽസിനോടും പ്ലാന്റ്സിനോടും കാണിക്കണം. ഷെയറിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രാൻസ്ഫർ ഓഫ് നോളജ്. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് ആണ്. അതായത് അറിവുകൾ എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള അറിവുകൾ മാത്രമല്ല, ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇൻഫർമേഷൻ മാത്രമല്ല, അതും ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് നോളജ്, എക്സ്പീരിയൻസ്, കമ്മോഡിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് വിത്ത് അതേഴ്സ്. എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് 2 ബുക്ക് ഉണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജൂനിയേഴ്സിന് നമ്മൾ ആ ബുക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ഷെയറിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. The transfer should be genuine, legal, positive, voluntary and without any expectation in return. However, the proprietary information it should not be shared with outsiders. Through this process of sharing, experience, expertise, wisdom and other benefits reach more people faster. അപ്പം നമ്മളിപ്പോൾ ഒരു ബുക്ക് അടുത്ത കുട്ടി ഒരു ഇല്ലാത്തൊരു കുട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി അത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്കൊരു ബെനിഫിറ്റാണ്. അതിനെ മറ്റൊരാൾക്ക് കൊടുക്കും. നമ്മൾ കൊടുത്തതായതുകൊണ്ടും അത് മറ്റൊരാൾക്ക് കൊടുക്കും. അങ്ങനെ ഇത് ഒരു പ്രോസസ്സായിട്ട് മാറുമ്പം ആൾക്കാരിൽ എത്തുകയാണ്. വേഗത്തിൽ തന്നെ ഒരു നോളജ് എത്തുകയാണ്. ഷെയറിങ് ഈസ് വോളണ്ടറി ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡ്രിവൻ ബൈ ഫോഴ്സ് ബട്ട് മോട്ടിവേറ്റഡ് സക്സസ്ഫുള്ളി ത്രൂ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഷെയറിങ് ഈസ് ചാരിറ്റി. ഷെയറിങ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. നമുക്കത് ഫോഴ്സ്ഫുള്ളി നമുക്കൊരാളെ എടുക്കാൻ പറ്റത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഇറ്റ് ഈസ് എ വെർച്യൂ. അതൊരു പുണ്യമാണ്. ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ഇൻ 2 ആസ്പെക്ട്സ്, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രസ്റ്റ്ഫുൾനെസ്. ട്രൂത്ത്ഫുൾനെസ് സത്യം മാത്രം പറയുന്നകൊള്ളാം എന്ന് പറയത്തുള്ളൂ. ട്രസ്റ്റ് വർത്തിനെസ് വിശ്വാസ്യത, ഫെയ്ത്ത്. ട്രൂത്ത്ഫുൾനെസ് ഈസ് ടു ദ ഫേസ് ദ റെസ്പോൺസിബിലിറ്റി അപ്പോൺ ടെല്ലിംഗ് ദ ട്രൂത്ത്. സത്യം മാത്രം പറയുന്നത് തന്നെയാണ് ട്രൂത്ത്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. വൺ ഷുഡ് കീപ് വൺസ് വേർഡ് ഓർ പ്രോമിസ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ നിൽക്കണം. നമ്മളല്ലാതെ രണ്ട് ഇതിൽ നിൽക്കരുത് ഒരിക്കലും. അപ്പോൾ വാക്കിന് നമ്മൾ വാക്കിന് വിലയുള്ളവരായിരിക്കണം. ഇതൊക്കെ ട്രൂത്ത്ഫുൾനെസ്സിന് പെടുന്നതാണ്. ബൈ അഡ്മിറ്റിംഗ് വൺസ് മിസ്റ്റേക്ക് കമ്മിറ്റഡ് ഇറ്റ് ഈസ് ഈസി ടു ഫിക്സ് ദം. Trustworthiness is maintaining the integrity and taking responsibility for the personal performance. ഒരു ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മറ്റുള്ളവരുടെ പേഴ്സണൽ പെർഫോമൻസിൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതൊക്കെ. ഒരാൾ നമ്മളോട് വിശ്വസിച്ചൊരു കാര്യം പറയുക, അത് നമ്മൾ ആരോടും പറയത്തില്ല എന്ന് ചിന്തിച്ചാണ് അത് പറയുന്നത് എങ്കിലും അത് പറയാതിരിക്കുക. എന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും ക്രൈമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ മോറലും എത്തിക്സും വാല്യൂസും എല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഒരു ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പെടും. ഹോണസ്റ്റി ഈസ് മിറേർഡ് ഇൻ മെനി വേസ്. ബിലീഫ്സ്, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻസ്, ആക്ഷൻസ്, ഇൻറ്റൻറ്റഡ് ആൻഡ് അൺഇൻറ്റൻറ്റഡ് റിസൾട്ട് അച്ചീവ്ഡ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഓണസ്റ്റി ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റി ആവുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓണസ്റ്റി എന്ന് പറയുമ്പോൾ ഡിസോണസ്റ്റി എന്ന് പറഞ്ഞാൽ കള്ളം പറയുക. ഇപ്പം ഇവിടെ സം ഓഫ് ദ ആക്ഷൻസ് ഓഫ് ആൻ എഞ്ചിനീയർ ദാറ്റ് ലീഡ്സ് ടു ഡിസോണസ്റ്റി ആർ ലൈയിങ്. നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഒരു എഞ്ചിനീയർ ആകുമ്പോൾ നമ്മളൊരിക്കലും ഒരു തെറ്റായൊരു വിവരം നമ്മൾ പാസ് ചെയ്ത് അതൊരു അവസാനം ഒരു വലിയൊരു സംഭവമായി മാറാൻ പാടില്ല. ഇറ്റ് ഈസ് ഗിവിങ് wrong information to the right people. Deliberate deception. An engineer may judge or decide on matters one is not familiar or with the insufficient data or proof to impress upon the customers or employers. This is a self-deceit. Withholding the information. നമ്മൾ തന്നെ ഹോൾഡ് ചെയ്ത് ഇൻഫർമേഷൻ വെച്ചേക്കുവാണ്, അത് ആരോടും പറയത്തില്ല എന്നൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു ഡിസോണസ്റ്റിയാണ്. നോട്ട് സീക്കിംഗ് ദ ട്രൂത്ത്. സത്യം പറയാതിരിക്കുക. ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്, അതാരോടും പറയത്തില്ല, അവരുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ അവർ പറയത്തുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ ഡിസോണസ്റ്റിയിൽ പെടുന്നതാണ്. നോട്ട് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി. ഇറ്റ് ഈസ് ഗിവിങ് റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റോങ് പീപ്പിൾ. റൈറ്റ് ഇൻഫർമേഷൻ റോങ് പീപ്പിളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം അതിൽ ഒരുപാട് കോൺസിക്വൻസസ് വേറെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ദ എഞ്ചിനീയർ ഷുഡ് കീപ് ദ ഇൻഫർമേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഓർ ദർ എംപ്ലോയേഴ്സ് കോൺഫിഡൻഷ്യൽ ആൻഡ് ഷുഡ് നോട്ട് ഡിസ്കസ് ദം വിത്ത് അതേഴ്സ്. നമ്മൾ ഒരു ഇൻഫർമേഷൻ ഒരു ബാങ്കിലൊരു ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ അവിടുത്തെ ഓഫീസറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫീസർ വേറൊരാൾക്കും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കത്തില്ല. അതൊരു ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പം നമ്മൾ കോൺഫിഡൻഷ്യലിറ്റി പാലിക്കണം, അല്ലെങ്കിൽ ഡിസോണസ്റ്റി ആയിട്ട് കണക്കാക്കും. ഗിവിംഗ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് പേഴ്സണൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്രിജുഡൈസ്. കറേജ് ധൈര്യം. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു അക്സെപ്റ്റ് ആൻഡ് ഫേസ് റിസ്ക് ഫേസ് ചെയ്യാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള കഴിവിനെയാണ് കറേജ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ട് ടാസ്കിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ട് ടാസ്കിനെ ഡിഫീറ്റ് ചെയ്യാം. അതൊക്കെയാണ്, അങ്ങനെ ചെയ്യുന്നതിനെയാണ് കറേജ് എന്ന് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് ആണ് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് ടു നർച്ചർ കറേജ്. കറേജിനെ ത്രീ ടൈപ്സ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ കറേജ്, സോഷ്യൽ കറേജ്, ഇൻ്റലക്ച്വൽ കറേജ്. കറേജിയസ് പീപ്പിൾ ഓൺ ആൻഡ് ഹാവ് ഷോൺ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പെർസിവറൻസ്, എക്സ്പെരിമെൻറ്റേഷൻ, ഇൻവോൾവ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ്. പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹാർഡ് വർക്കിംഗ് ഒരു കാര്യത്തിൽ ആണെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവർ ഓരോ ചലഞ്ചസ് തന്നെ അവർ പ്രിപ്പയർഡ് ആയിരിക്കും. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ള ചിന്തയിൽ അവരിരിക്കും. ഇൻവോൾവ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ് ക്ലിയർ ആൻഡ് ഫേം റിസോൾവ് ടു ആക്ട്. അടുത്ത എന്താണ് ചെയ്യേണ്ടത്. പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇപ്പം 5 പേരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ, പറയുന്നല്ലോ, ഐഡിയാസ് പറയുന്നത്. ഓക്കെ, അതാണ്. കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത. വില്ലിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ ആക്ഷൻ ആൻഡ് ടു റീച്ച് ദ ഡിസൈർഡ് ഗോൾസ് ബൈ എനി ആൾട്ടർനേറ്റീവ് ബട്ട് എത്തിക്കൽ മീൻസ്. Next is valuing time. Time is very precious thing in our life. Time is something we should never waste in any way. We can spend a lot of time doing various works, but we can never get back the time we spent. നമ്മൾ ഒരിക്കലും സമയത്തെ കുറച്ച് കാണാൻ പാടില്ല. ഇനിയും സമയമുണ്ടല്ലോ പഠിക്കാൻ എന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. Lazy man goes to treasury, rest is just hand. That's why the most of the successful people consider time as more important and valuable than money. സമയത്തിന് പൈസയെക്കാളും വിലയുണ്ട്. Cooperation is the activity between two persons or sectors that aims at the integration of operations while not sacrificing the autonomy of either party. Willingness to understand others, think and act together, and putting this into practice is cooperation. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊളീനിയാരിറ്റി അല്ലെങ്കിൽ കൊഹിറൻസ്, ഒരു കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കോർഡിനേഷനാണ്. എല്ലാവരും കൂടി ഒരു കോപ്പറേറ്റ് ചെയ്ത് ഒരു കാര്യങ്ങൾ, ഒരു ഫേം തുടങ്ങി എന്നൊക്കെ പറയുക. ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു 2 പേരുണ്ടെങ്കിൽ ആ 2 പേർ തുടങ്ങി. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് തുടങ്ങിയത് 2 പേരാണ്. അവർ കാരണമാണ് ഇപ്പം നല്ലൊരു ഹൈപ്പിൽ ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോപ്പറേഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെയൊരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയത്. അപ്പം കോപ്പറേഷൻ എന്ന് പറയുമ്പം അതിനകത്തൊരു കൊളീനിയാരിറ്റി, ഒരു കോമൺ ലൈൻ വേണം, പരസ്പര ബന്ധം വേണം, കോർഡിനേഷൻ വേണം. Interaction of cooperation of 2 or more organizations or substances or agents. It helps in minimizing the input resources and maximize the output. കോപ്പറേഷൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് ദ ഇൻപുട്ട് ആൻഡ് മാക്സിമൈസിങ് ദ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതിനകത്ത് ക്വാണ്ടിറ്റി പെടുന്നുണ്ട്, ക്വാളിറ്റി പെടുന്നുണ്ട്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ഇതെല്ലാം കോപ്പറേഷൻ പെടുന്നതാണ്. ഒരു സക്സസ്ഫുൾ കോപ്പറേഷന് വേണ്ട കാര്യങ്ങൾ ഈ കോപ്പറേഷനിൽ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ 2 പേര് ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ 2 പേരും തെറ്റിപ്പിരിഞ്ഞാൽ അവിടെ തീർന്നു, ആ ഒരു സംഭവം അവിടെ തീർന്നു. അപ്പം നമ്മൾ ഒരു ക്ലാഷ് ഓഫ് ഈഗോ മനുഷ്യർ തമ്മിലൊരു ക്ലാഷ് ഓഫ് ഈഗോ സംഭവിക്കാൻ പാടില്ല. ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ സംഭവിക്കാൻ പാടില്ല. ലീഡർഷിപ്പിനും മോട്ടിവേഷനിലും ഒരു കുറവുണ്ടാവാൻ പാടില്ല. കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഓൺ ദ റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് കാസ്റ്റ്. ഇങ്ങനെയുള്ള റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ് ഇതിലൊന്നും ഒരു ലഹള ഉണ്ടാവാൻ പാടില്ല. ഇഗ്നോറൻസ് ആൻഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കുറയാൻ പാടില്ല. കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത. The trait of sincere and steadfast fixity of purpose means alignment to goals and adherence to their ethical principles during the activities. First of all, one must believe in one's action performed and the expected end result.
This is a basic requirement for any profession. Only when the teacher is committed to his job, the students will succeed in life and contribute good to the society. നമ്മളിൽ ആദ്യം വിശ്വസിക്കണം, എന്നിട്ട് പെർഫോം ചെയ്യണം. അപ്പോഴാണ് ഒരു ഗുഡ് റിസൾട്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അവിടെ ഉണ്ടാകുന്നത്. ഒരു കുട്ടീനെ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി നല്ല ലൈഫിൽ സക്സീഡായി സൊസൈറ്റിയിൽ നല്ല കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് ആ ടീച്ചറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ ആ ടീച്ചർ അവിടെ ഒരു പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ആ കുട്ടിക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിച്ചത്. നെക്സ്റ്റ് ഈസ് എമ്പതി. സഹാനുഭൂതി എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഇമാജിൻ വൺസെൽഫ് ഇൻ ദ കണ്ടീഷൻ ഓഫ് അനദർ. മറ്റുള്ളവരുടെ എബിലിറ്റി ടു ഇമാജിൻ വൺസെൽഫ്, മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ അത് നമ്മുടേതാണെന്ന് ചിന്തിച്ച് അത് അവരുടെ ഇമോഷനിൽ പങ്കെടുക്കുക. അവരുടെ ആ സങ്കടം നമ്മുടെ സങ്കടമാണെന്ന് ചിന്തിച്ച് അതിൻ്റെ ഒരു ഓപ്പൺ ടോക്ക് നടത്തുകയും, ഒരു ഓപ്പൺ ടോക്ക് നടത്തിയില്ലെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, അവരെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മുഖത്തിൽ നിന്നോ അവരുടെ എല്ലാ എക്സ്പ്രഷൻസിൽ നിന്നും. Empathy begins with the showing concern and then obtaining and understanding the feeling of others from others' point of view. Sensing what others feel about without their open talk is the sense of empathy. Essence of empathy എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുക പോലും അറിയാതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. It is also defined as the ability to put oneself into the psychological frame or reference or point of view of another to know what the other person feels. നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ എന്തോ കണ്ണിനകത്ത് വല്ലതും പോയോ എന്ന് ചോദിക്കുന്നവർ ഉണ്ട്. അല്ല എന്താണ് ഇന്ന് എന്താടാ ഇന്ന് പറ്റിയ, നിനക്കെന്താണ് ഇന്ന് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അവരാണ് ശരിക്കും ഒരു എമ്പതിയുടെ ആൾക്കാർ. It includes the imaginative projection into others' feeling and understanding of others' backgrounds such as parentage, physical and mental states, economic situation and association. To practice empathy, a leader must have to develop in him following characteristics: understanding others, service orientation, developing others. എമ്പതി പ്രാക്ടീസ് ചെയ്യണം വേണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണം, സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം, മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ കൂടെ നിൽക്കണം. ഒരു ലിസണിങ് സ്കില്ല് നമുക്കവിടെ ഉണ്ടാകണം. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അല്ലാതെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി എനിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞ് പറയാം, അതൊക്കെ ശരിയാണ്. എന്നാലും അവർക്ക് അവരുടെ വിഷമം ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളത് കേൾക്കണം. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 22% റീഡിങ്ങും റൈറ്റിങ്ങും ആണ്, 23% സ്പീക്കിംഗ് ആണ്, 55% ലിസണിങ് ആണ്. ഇതിപ്പോൾ ഒരു IELTSൻ്റെ കാര്യം IELTSൻ്റെ പാർട്സ് പറയുന്ന പോലെ ഇരിക്കും. 55% ആണ് ലിസണിങ് സ്കില്ല് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ കാണിക്കേണ്ടത്. വൺ ഷുഡ് ഗെറ്റ് ദ ഫീഡ്ബാക്ക് അക്നോളജ്. മനസ്സിലാക്കണം, നമ്മൾ ഒത്തിരി വർത്തമാനം പറയുന്ന ആൾക്കാർ ആയതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഓക്കെ ആണ് എന്ന് അല്ലെങ്കിൽ ഫുള്ളി ആയി എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. One should get the feedback, acknowledge the strength and accomplishment, and then coach the individual by informing about what was wrong and giving correct feedback and positive expectation of subject's ability and resulting the performance. Leveraging diversity. Opportunities through diverse people. This leads to enhanced organizational learning, flexibility and profitability. Political awareness. It is the ability to read political and social currents in an organization. ബെനഫിറ്റ്സ് ഓഫ് എമ്പതി എന്ന് പറയുന്നത് ഗുഡ് കസ്റ്റമർ റിലേഷൻസ്, ഹാർമോണിയസ് ലേബർ റിലേഷൻ, ഗുഡ് വെൻഡർ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ്. ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവും മിനിമം ലോസിൽ നിന്നും. മിനിമൈസിങ് ലോസ് കുറച്ച് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഒക്കെയാണ് ബെനഫിറ്റ്സ് എമ്പതിയുടെ. While dealing with the customer complaints, empathy is very effective in realizing the unbiased views of others and in admitting one's own limitations and failures. നെക്സ്റ്റ് ഈസ് സെൽഫ് കോൺഫിഡൻസ് നമുക്കാവാം, പക്ഷേ ഓവർ കോൺഫിഡൻറ്റ് ആകരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് വേണം. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്ലിയർ ഹെഡഡ്, either that a hypothesis or prediction is correct or that how a chosen course of action is the best or more effective. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്.
ഫിഡർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ടു ട്രസ്റ്റ്. സോ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹാവിങ് എ ട്രസ്റ്റ് ഇൻ വൺ സെൽഫ്. നമ്മളിൽ തന്നെ ഒരു ട്രസ്റ്റ് നമ്മൾ കാണിക്കുക. എനിക്ക് എന്നെപ്പോലും വിശ്വാസമില്ലെന്ന് പറയത്തില്ലേ, അങ്ങനെ ആവരുത്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സെൽഫ് അഷ്വേർഡ് സ്റ്റാൻഡിങ്, വില്ലിങ്നെസ് ടു ലിസൺ ടു അതേഴ്സ് ആൻഡ് അഡോപ്റ്റ്, ഫ്രാങ്ക് ടു സ്പീക്ക് ദ ട്രൂത്ത്, റെസ്പെക്ട് അതേഴ്സ് എഫേർട്ട് ആൻഡ് ഗിവ് ഡ്യൂ ക്രെഡിറ്റ്. സോഷ്യൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ there's particular need for engineers who recognize the complexities of global and societal issues and respond to those complex issues with the solutions they develop. An ability to design a system, components, or process to meet desired needs within realistic constraints such as economic, environmental, social, political, ethical, health and safety, manufacturability, and sustainability. The broad education necessary to understand the impact of engineering solutions in global economic, environment, and societal context. Social explanation. Engineers must design solutions to address the need of diverse peoples and diverse cultures in ways that are user-friendly, that does not harm the natural environment in which we all live. The social responsibilities of engineers include human safety and environment protection in engineering designs, but it may extend further to include pro bono work and consideration of social justice issues. ഈ 2 ബുക്ക് നിന്നാണ് എടുത്തത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.